ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, പ്രാക്ടിക്കൽ എക്സാം ഏകദേശം അവസാന ഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലവരുടെ എക്സാം കഴിഞ്ഞു, ചിലവർ നെക്സ്റ്റ് 1-2 എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ നമ്മൾ ഇത്രയും നാൾ ഭാരമായിട്ട് വെച്ചുകൊണ്ടിരുന്ന പ്രാക്ടിക്കൽ എക്സാം ഇതാ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അല്ലേ. വരുന്നതും കണ്ടു, പോകുന്നതും കണ്ടു. അത്ര പെട്ടെന്നാണ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഓരോ ദിവസം കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തിയറി എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ദിവസങ്ങൾ കൂടിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ഓർക്കുക. ഓക്കെ, 1-2 കാര്യം പറയാനായിട്ടാണ് മക്കളെ ഞാൻ വന്നത്. വീഡിയോ മൊത്തമായിട്ട് കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം മക്കളെ. മാക്സിമം സപ്പോർട്ടോടുകൂടി നമുക്ക് തിയറി എക്സാമും ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. കാരണം ഫെബ്രുവരി ആയടാ മക്കളെ, പഠിച്ചു തുടങ്ങിയോ? കാരണം ഫെബ്രുവരി ആകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതായിരുന്നു പല കുട്ടികളും. കണ്ണടച്ചുറക്കുന്നതിന് മുമ്പ് ഫെബ്രുവരി ആയി അല്ലേ. കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത് മാത്രം ഓർക്കുന്നുണ്ട്, ഫെബ്രുവരി 1 അപ്പോൾ ഇത്രയും പെട്ടെന്നാണ് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സമയം പോയി എന്ന് നിങ്ങൾ വിചാരിക്കും. ഈ പഠിക്കാൻ ഇരുന്ന് നോക്ക്, നിങ്ങൾ സമയം തികയാതെ വരും. പണ്ടൊക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിക്കാതിരിക്കുമ്പോഴും സമയം മുന്നോട്ട് നീങ്ങത്തില്ല. ഒരു 1 മണിക്കൂർ പഠിക്കാതിരുന്നാൽ ഒരു 4 മണിക്കൂർ പഠിക്കുന്നതിൻ്റെ എഫക്റ്റാണ്. സമയം തള്ളി നീക്കിയാൽ പോകത്തില്ല. അതെന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മക്കളെ, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഫോൺ ഒരു 10 മിനിറ്റ് നോക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചു. 10 മിനിറ്റ് ആയിക്കോ നോക്കുന്നത്? ഏകദേശം 1 മണിക്കൂറോളം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലേ. കാരണം എന്താ, അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല, അതിൽ മുഴുകിയിരുന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷേ പഠിക്കാതിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. പഠിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. സോ സമയം നീങ്ങത്തില്ല. പക്ഷേ ഇനി നിങ്ങൾ ഈ ഫെബ്രുവരി ആയിക്കഴിയുമ്പോൾ, എല്ലാ വർഷവും കാണുന്നതാണ് ഞാൻ, അതുകൊണ്ട് പറയുന്നതാണ്, ഫെബ്രുവരി ആയിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം പഠിക്കാനിരിക്കും. കാരണം ടെൻഷൻ കൂടിയിരിക്കുവാണ്. പഠിക്കാതിരിക്കും, സമയം പെട്ടെന്ന് പോകും. സമയം മുന്നോട്ട് പെട്ടെന്ന് പോകും. അയ്യോ ഇനി ഒരു ദിവസം പെട്ടെന്ന് തീർന്നു, അയ്യോ ഇനി 2 ദിവസമേ ഉള്ളൂ. ചിലവർ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ടിരിക്കുമായിരിക്കും. ആ ടൈം ടേബിൾ അനുസരിച്ച് നീങ്ങത്തില്ല. അതറിയാവുന്ന കാര്യമാണ്. കാരണം എന്താ, ഇനിയാണ് നിങ്ങൾ പഠനം നിങ്ങളുടെ ആവശ്യമായി മാറി. സോ ഇനി മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് വളരെ സൂക്ഷിച്ചു വേണം. കറക്റ്റായിട്ട് ടൈം കൈകാര്യം ചെയ്ത് മുന്നോട്ട് നീങ്ങണം. ചില കുട്ടികളുടെ മറ്റൊരു ഡൗട്ടാണ്, ഇനി പഠിച്ചു തുടങ്ങിയാൽ തീരുമോ? ഞാൻ പറഞ്ഞില്ലേടാ, സമയം ഇനി നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ പിടിച്ചു നിർത്താനായിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, രാവിലെ ഇന്ന സബ്ജക്റ്റ്, ഉച്ചയ്ക്ക് ഈ സബ്ജക്റ്റ്, അല്ലെങ്കിൽ രാത്രി ഈ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. ആ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. ഓക്കെ, നിങ്ങൾ ഈ പഠിച്ച് മുന്നോട്ട് ചുമ്മാ പോയാൽ പോരാ. റിവിഷൻ മസ്റ്റായിട്ട് ചെയ്യണം. അത് മിക്ക കുട്ടികളും മറക്കുന്നൊരു കാര്യമാണ്. റിവിഷൻ ചെയ്തില്ലെങ്കിൽ മക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മക്കളെ, നമ്മുടെ തലച്ചോറിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് തലയിലേക്ക് കയറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് പോകും. ഒന്നാമത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടിതട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ തീരുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവേ ഉള്ളൂ, തീരും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഇറങ്ങണം. പഠിച്ച് തീർക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് ഇറങ്ങണം. കാരണം നമ്മുടെ ആവശ്യമാണ്. ഞാൻ ചോദിക്കുന്ന 200 ദിവസത്തോളം നിങ്ങൾ കളഞ്ഞു. ഒരു 30 ദിവസം അത്ര ഇല്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, 30 ദിവസം നിനക്കൊക്കെ വേണ്ടി ഒന്ന് ജീവിച്ച്, നിനക്കൊക്കെ വേണ്ടി ഒന്ന് പഠിച്ചു നോക്കടാ. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു അടിത്തറയാണ് നിങ്ങൾ പാകാൻ പോകുന്നത്. അതിന് വേണ്ടി 30 ദിവസം കളയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീയൊക്കെ ജീവിക്കുന്നത്? സോ ഞാൻ പറയുന്ന ഈ 30 ദിവസം മൊബൈൽ എന്നുള്ള സംഭവം കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുക. യൂട്യൂബിലെ ക്ലാസ് കാണാനൊക്കെ മാത്രമായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ടൈം അതിന് വേണ്ടി മാത്രം കുറച്ച് കണ്ടെത്ത്. പഠിക്കുന്നതിനിടയ്ക്കുള്ള ഫ്രീ ടൈം, അതിന് വേണ്ടി നിങ്ങൾ ടൈം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ നീങ്ങത്തിലിട മക്കളെ. അത് അറിയാവുന്നതുകൊണ്ട് പറയണം. കാരണം മോഡൽ എക്സാമിൽ അടുക്കുകയാണ്. മോഡൽ എക്സാമിൽ അടുക്കുമ്പോഴത്തേക്കും അത്ര ടെൻഷൻ ഇല്ലായിരിക്കും. പക്ഷേ മോഡൽ എക്സാം കഴിയുമ്പോൾ ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾ വിചാരിച്ച് വെച്ചോ, മോഡൽ എക്സാം എത്ര പെട്ടെന്ന് കഴിയും. മോഡൽ എക്സാം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ടെൻഷനായി, ഫുഡ് കഴിക്കുന്നില്ല, ആകപ്പാട് ഓട്ടം. മക്കളെ, സ്നേഹം കൊണ്ട് പറയുവാണ്, നമ്മളുടെ മുന്നിൽ ഇനി ധാരാളം സമയമുണ്ട്. ഞാൻ വീണ്ടും പറയുവാണ്, അത് നന്നായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് യൂസ് ചെയ്യുക. അത് രാവിലെ വൈകുന്നേരം ഒക്കെ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള സമയമുണ്ട്. ഇനി നമുക്ക് തിരിച്ച് കിട്ടത്തില്ല മക്കളെ. ഈ പോകുന്ന ദിവസങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. ചിലവർ പ്രാക്ടിക്കൽ എക്സാമിന് വൈവ് അറ്റൻഡ് ചെയ്തില്ല, ഇന്നത് ചെയ്തില്ല എന്നുള്ള ടെൻഷനിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അത് കഴിഞ്ഞ കാര്യമാണ്. അതിലൊന്നും നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. 35 മാർക്കിൽ കൂടുതൽ എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന കാര്യമാണ്. പിന്നെ 40 ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ചെയ്യാനറിയാവുന്ന എല്ലാ കുട്ടികൾക്കും 40 ഔട്ട് ഓഫ് 40 കിട്ടും. പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്നത്? എനിക്കറിയാവുന്ന കാര്യമാണ് മക്കളെ. അതുകൊണ്ട് പ്രാക്ടിക്കൽ എക്സാം ഇനി എന്തായാലും മാറ്റാൻ പറ്റുമോ? ഇല്ല. സോ അത് കഴിഞ്ഞ കാര്യം, അത് വിട്. ഇനി തിയറി എക്സാമിലേക്ക് കടക്ക്. നിങ്ങൾ സ്നേഹത്തോടെ പറയുവാണ്, തിയറി എക്സാമിലേക്ക് കടക്ക്. കുട്ടികളും അവരോട് എനിക്ക് പറയാനുള്ള മക്കളെ,
ഈ ഒരു വർഷം നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതാണ്. സോ ഈ 30 ദിവസം കൂടെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. ഇഷ്ടംപോലെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ പോലും സാറേ ടെൻഷൻ ആവുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, പഠിച്ച് തീരുമോ സാറേ, ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നത്, ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുമോ, താങ്ങുമോ, തോറ്റു പോകുമോ സാറേ, വീണ്ടും ആകപ്പാടെ ടെൻഷനിലാണ് മക്കളെ. റെഗുലർ കുട്ടികളെക്കാൾ കൂടുതലും ടെൻഷൻ സേ കുട്ടികളാണ്. ഇഷ്ടംപോലെ തവണ എഴുതി ജയിക്കാത്ത കുട്ടികളാണ് സേ ബാച്ചിലുള്ളത്. 2015, 14, 13 ബാച്ച് ആ വർഷം പരീക്ഷ എഴുതിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എൻ്റെ ബാച്ചിലുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥ എനിക്ക് കാണാം. കാരണം ഇത്രയും വർഷമായിട്ട് എഴുതി ജയിക്കാത്ത കുട്ടികളുണ്ട്. സോ അങ്ങനെയുള്ളവരാണ് ഈ വർഷം വീണ്ടും എഴുതാൻ പോകുന്നത്. ടെൻഷൻ കാണും. അതേപോലെ റെഗുലർ കുട്ടികൾ, മക്കളെ നിങ്ങൾ ഇച്ചിരിയെങ്കിലും ടെൻഷൻ ഇനി അടിക്കണം, ടെൻഷൻ അടിച്ച് പഠിക്കണം. പക്ഷേ ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് പഠനത്തെ ബാധിക്കില്ല. ടെൻഷൻ കുറച്ച് വേണം, ചൂട് വേണം കുറച്ചുകൂടെ. ചിലർ വളരെ കൂളായിട്ട് ഇനി ഒരു 30 ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കും. ആ 30 ദിവസം ഇനി തിരിച്ച് കിട്ടാത്ത ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളാണ്. സോ അത് കളയാതിരിക്കുക കേട്ടല്ലോ. അപ്പോൾ ഇന്ന് തൊട്ട് മക്കളെ പഠിച്ചു തുടങ്ങണം. പിന്നെ മാത്സിൻ്റെ തിയറി ക്ലാസ്സിൻ്റെ കാര്യം, ലാബ് എക്സാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി മക്കളെ, വളരെ സന്തോഷമുണ്ട്. തിയറി ക്ലാസ്സുകളായിട്ട് ലൈവ് ക്ലാസ്സുകൾ വേണം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ വേണം എന്നൊക്കെ കുറേ കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു പ്രവൃത്തിയാണ്. സോ തിയറി ക്ലാസ്സുകൾ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഭയങ്കരമായ തിരക്കിലായതുകൊണ്ടാണ് മക്കളെ ക്ലാസ്സുകൾ അങ്ങനെ ഇടാത്തത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. CBSE കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് കുട്ടികളൊക്കെ ക്ലാസ്സുകളുണ്ട്. സോ അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫെബ്രുവരി കടന്നിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് ഇടുന്നതാണ്. മക്കളെ ലൈവ് ക്ലാസ് വേണോ അതോ റെക്കോർഡ് ക്ലാസ് വേണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഏത് ചാപ്റ്ററാണ് കൂടുതൽ വേണ്ടതെന്ന് കൂടുതൽ മക്കൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ലൈവ് ക്ലാസ്സോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സോ ചെയ്യാം. അത് ഒരു കാര്യം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ ഇതിന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ചില കുട്ടികൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. മക്കൾ ഇത് പ്രൊമോഷനല്ല, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കുന്ന മക്കളെ കുറേ പേർക്ക് റിപ്ലൈ ചെയ്യാത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഫെബ്രുവരി ഏകദേശം അവസാനത്തോടടുത്തു. ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഞാൻ അവർക്ക് വേണ്ടി പറയണം മക്കളെ, ഫെബ്രുവരി ആയി. സോ പുതിയൊരു ബാച്ച് എന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിലെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫുൾ കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ബാച്ചാണ് മക്കളെ. സോ അതിന് വേണ്ടിയാണ് ഞാൻ മിക്കവർക്കും റിപ്ലൈ തരാത്തത്. സോ ലാസ്റ്റ് ക്രാഷ് ബാച്ചാണ് +1 +2 സ്റ്റുഡൻസിന് വേണ്ടി, മാത്സിൻ്റെ മാത്രം. ഇനി ഒരു ബാച്ച് ഉണ്ടായിരിക്കത്തില്ല. സേ കുട്ടികൾക്ക് ഓൾറെഡി ഒരു ബാച്ച് ഉണ്ട്. സോ അവർക്കും ഇനി മുതൽ വേറെ ബാച്ച് ഉണ്ടായിരിക്കത്തില്ല മക്കളെ. സോ അവസാന ബാച്ചാണ്. ഇനി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾ തന്നെ സമയം കളയരുത്. ലാസ്റ്റ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാണ് മക്കളെ. കൗണ്ട് ഡൗൺ 25 2025 കൗണ്ട് ഡൗൺ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ അതുകൊണ്ടാണ് കൗണ്ട് ഡൗൺ 25 എന്ന് ഈ ബാച്ചിന് പേരിട്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ബാച്ചാണ്. സോ ഇഷ്ടംപോലെ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ബാച്ച്, ക്രാഷ് ബാച്ച്, സേ ബാച്ച്, അകപ്പാടെ എനിക്ക് തന്നെ. കാരണം ഞാൻ തന്നെയാണ് ഈ കുട്ടികളെ ബാച്ചിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് കുട്ടികളുടെ ഇൻഫർമേഷൻ ചോദിച്ച് മനസ്സിലാക്കി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ മെസ്സേജ് വന്നുകൊണ്ടിരിപ്പുണ്ട്. കുറേ കുട്ടികൾ മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. സാറേ ഇനിയെങ്കിലും സാറേ ഒരിക്കലും റിപ്ലൈ സാറേ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനി പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾ ചെയ്യേണ്ടത് മക്കളെ വെറും 499 രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി. ഫീസ് വളരെ ചുരുക്കി ഏറ്റവും കുറച്ച ഫീസാക്കി തന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സ്ഥലത്തും ഈ ഒരു ഫീസിൽ കിട്ടുമെന്ന്. സോ മാത്സ് ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ കിട്ടുന്നതായിരിക്കും. ഇനി വേറൊരു ബാച്ചില്ല. എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ ക്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ ക്ലാസ് ഇടും മക്കളെ. പക്ഷേ അടുക്കി പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബാച്ച്. സോ 499 എന്ന രൂപ മാത്രമേ ഉള്ളൂ മക്കളെ. അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ധൃതി പിടിച്ച് മെസ്സേജ് അയക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളെ CD25 കൗണ്ട് ഡൗൺ 25 എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. CD25 എന്ന് ഈ കാണുന്ന നമ്പറിൽ അയക്കുക, 8118445556. സോ അത് അയച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഈ ബാച്ചിലുള്ളതാണ്. കാരണം സേ ബാച്ച്, ഇമ്പ്രൂവ്മെൻ്റ് ബാച്ച്, അങ്ങനെ പല ബാച്ചുകളുണ്ട്. സോ എല്ലാം കൂടെ നമുക്ക് കിട്ടത്തില്ല. എല്ലാം കൂടെ എനിക്ക് മനസ്സിലാകുന്നില്ല ഏതൊക്കെ ബാച്ചിലാണ് കുട്ടികൾക്ക് ചേരാൻ താല്പര്യം. അപ്പോൾ മക്കളെ ഇനി ഇങ്ങനെ അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. സോ +1 ആണ് +2 ആണെന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, CD25 +1
എന്ന് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ കൗണ്ട് ഡൗൺ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ്, +1 സ്റ്റുഡൻ്റ് ആണ്. സോ അതിന് വേണ്ട ഡീറ്റെയിൽസ് ഞാൻ നൽകും. നമ്മുടെ ആപ്പ് വഴിയായിരിക്കും നമ്മുടെ ക്ലാസ് നൽകുന്നത്. അതോടൊപ്പം സേ കുട്ടികൾക്കും ഞാൻ പുതിയൊരു ഓഫർ നൽകുകയാണ് മക്കളെ. വെറും 499 രൂപയ്ക്ക് സേ കുട്ടികൾക്കും ബാച്ച് അവരുടെ ഓൾറെഡി ഉണ്ടായ ബാച്ചിലേക്ക് ആഡ് ആക്കുന്നതാണ്. സോ അവർക്ക് പ്രത്യേകം ബാച്ചാണ് മക്കളെ. കൗണ്ട് ഡൗൺ 25 നിങ്ങൾ അയക്കരുത്, കാരണം അത് പുതിയ റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. സോ സേ കുട്ടികൾക്ക് ബാച്ച് വേറെയുണ്ട്. സോ അതിലേക്കും നിങ്ങൾക്ക് ഇതേ എമൗണ്ട് തന്നെയാണ്. അവരയക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, സേ 25 എന്ന് എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ സേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ്. സോ അതിന് വേണ്ടി ഈ മെസ്സേജ് അയക്കുക, സേ 25 എന്ന് സേ കുട്ടികൾ മെസ്സേജ് അയക്കുക. കൗണ്ട് ഡൗൺ 25 CD 25 എന്ന് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ മെസ്സേജ് അയക്കുക. അപ്പോൾ വെറും 499 രൂപ മാത്രമേ ഉള്ളൂ മക്കളെ. ലാസ്റ്റ് ബാച്ചാണ്. വെറും ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഫില്ലാവുന്നൊരു ബാച്ചാണ് സാധാരണ. സോ ധാരാളം കുട്ടികൾ ഇനിയുള്ള ദിവസങ്ങൾ എനിക്കറിയാം മെസ്സേജ് അയക്കും. സോ പെട്ടെന്ന് മെസ്സേജ് അയച്ച് മക്കളെ പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി യൂട്യൂബ് ക്ലാസ്സുകൾ ഉടനെ തന്നെ ഞാൻ ആരംഭിക്കുന്നതാണ് മക്കളെ. സോ അതിന് വേണ്ടിയും വെയിറ്റ് ചെയ്യുക. ലൈവ് ക്ലാസ്സുകൾ കുറച്ച് നീണ്ട ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. സോ എങ്ങനെ വേണം, റെക്കോർഡറായിട്ട് വേണോ ലൈവ് ക്ലാസ് വേണോ നിങ്ങൾ പറയുക. എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അവസാനം വരെ ഞാൻ കാണും മക്കളെ. ധൈര്യമായിട്ടിരിക്കുക, വളരെ കൂളായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. ബുക്കൊക്കെ എടുത്ത് നേരെ പോയി പഠിക്കാമായിരുന്നു മക്കളെ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരെ പോയി പഠിക്കാമായിരുന്നു. റെസ്റ്റ് എടുക്കുകയും ഫോണിൽ കുത്തുകയും ചെയ്യുന്ന എല്ലാ കുട്ടികളും അത് മാറ്റി വെച്ചിട്ട് നേരെ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സ്ഥലത്ത് പോയിരിക്കുക, ബുക്ക് എടുക്കുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. അതുവരേക്കും ബൈ.